ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ പെട്ടെന്ന് കരാറിലെത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറുണ്ടാക്കാൻ തിടുക്കപ്പെടേണ്ടതില്ലെന്ന് US പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. ഇരുപക്ഷവും ആവശ്യത്തിന് സമയമെടുത്ത് കൃത്യമായ ഒരു കരാറിലെത്തണം. അതിൽ പിഴവുകൾ ഉണ്ടാകാൻ പാടില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. കരാർ ഒപ്പിടും വരെ ഇറാനെതിരായ നാവിക ഉപരോധം ശക്തമായി തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ തുടർന്ന് ഭിന്നതയാണ് കരാറിലേക്ക് എത്താൻ തടസ്സമെന്ന് ഇറാൻ സൂചിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തില്ലെന്ന് ഇറാൻ സമ്മതിച്ചതായി സൂചനയുണ്ട്. പകരം ഇറാന്റെ എണ്ണ വ്യാപാരത്തിനെതിരായ ചില ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്ക സമ്മതിച്ചു. ഇറാനുമേൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രധാന തർക്ക വിഷയമായ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരണം സംബന്ധിച്ച് 2 മാസത്തിനകം ചർച്ച ചെയ്ത് തീരുമാനിക്കാനും ധാരണയായി. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അന്തിമ കരാർ രൂപീകരിക്കാവൂവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.